പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അറിയിക്കുന്നു. ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കാം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കാം. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ എന്തിന് പ്രാർത്ഥിക്കണം, എപ്പോൾ പ്രാർത്ഥിക്കണം എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഇത്. ഇനി ഇത് ആർക്കും അറിയത്തില്ല, ഇത് ഞങ്ങൾക്കറിയാൻ മേലാഞ്ഞതുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ ഇത് പൊരുൾ തിരിച്ചു നമുക്ക് തന്നിരിക്കുകയാണ്. എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ രാത്രിയിൽ പ്രാർത്ഥിക്കണം, യാമാരംഭത്തിൽ പ്രാർത്ഥിക്കണം. അപ്പം ഉറക്കളച്ച് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ വെള്ളം പോലെ പകരണം. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ വഴിത്തലയ്ക്കൊക്കെ തളർന്ന് വിശന്ന് കിടക്കുന്ന പൈതങ്ങളെ ഓർത്ത് അവരുടെ ജീവരക്ഷയ്ക്കായി, അവരുടെ നന്മയ്ക്കായി, അവരുടെ അനുഗ്രഹത്തിനായി, അവരുടെ ഉയർച്ചയ്ക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ ഈ വചനം നമ്മളെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. അപ്പോൾ ഈ നാളുകളിൽ നമുക്കത് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതിനായി നമ്മൾ മനസ്സ് വയ്ക്കണം. പ്രാർത്ഥിച്ച് വിടുതലെടുത്ത ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും, പ്രാർത്ഥനയ്ക്ക് മറുപടി വേണ്ടത് നിശ്ചയമെന്ന്. കാരണം ഒരുപാട് വിഷയങ്ങളെ പ്രാർത്ഥനയിൽ കൂടി നേടിയെടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാളുകളിൽ വിശന്നൊന്നും വഴിത്തിരക്കിൽ ആരും തളർന്ന് കിടക്കുന്നില്ലെങ്കിലും അമിതമായ ആഹാരം കഴിച്ച് ഇന്ന് ക്ഷീണിച്ച് തളർന്ന് കിടക്കുകയായിരിക്കുകയും കിടക്കുകയും ചെയ്യുക, എഴുന്നേൽക്കാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ പറ്റാതെ, പ്രാർത്ഥിക്കാൻ വയ്യാതെ, ഉറക്കമിട്ടും ക്ഷീണമിട്ടും ഇങ്ങനെ അമിതമായി കഴിച്ചത് കൊണ്ട് ക്ഷീണിച്ച് കിടക്കുകയാണ്. എന്നാലൊരു ദൈവ പൈതലൊരു വിശ്വാസി മിതമായി കഴിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും ഹൃദയം പകർന്ന് കണ്ണുനീരോടെ നമുക്ക് നമ്മുടെ കണ്ണിന് സ്വസ്ഥത കൊടുക്കാതെ, ഈ ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്തി കളയാതെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മളെ ഈ വചനം പഠിപ്പിക്കുന്നത്. ഈ നാളുകളിൽ ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് മറുപടി ലഭിക്കും. നമുക്ക് മാത്രമല്ല, നമ്മുടെ ദേശത്തിനായിട്ട്, നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ജീവിതങ്ങളെ ഓർത്ത് ഈ വഷളത്തൊന്നും വക്രത നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുമ്പോൾ നേരുള്ളവരായി നിഷ്കളങ്കരായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാൻ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. നമുക്കതിന് മനസ്സ് വയ്ക്കണം, ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണം. ഈ 2025 കിട്ടുന്ന സമയങ്ങളൊക്കെ സമയം അതിനായിട്ട് കണ്ടെത്തണം. കിട്ടുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സമയം കിട്ടത്തില്ല. കാരണം ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങൾക്ക് ചെയ്യാനായിട്ട് നമുക്കുണ്ട്. അതിലാണ് നമുക്ക് താല്പര്യം. എന്നാൽ ദൈവകൃപ പ്രാപിച്ചൊരു ദൈവ പൈതൽ എപ്പോഴും ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവ് ക്രമീകരിക്കും. അങ്ങനെയാണ് യോബ് അങ്ങനെയായിരുന്നു. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഏതാവശ്യമായിരുന്നാലും നമ്മുടേതെന്നതുപോലെ മറ്റുള്ളവരുടെ വിഷയം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊന്നിനും കുറവ് കൂടാതെ അതിശ്രേഷ്ഠമായി നമ്മളെ നടത്തും നമ്മുടെ ദൈവം. അത് എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോകുന്നവരെ ഓർക്കാം, ദൈവത്തെ അറിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കതിനായി ഒരുങ്ങാം. ഈ വചനം ദൈവസന്നിധിയിൽ സമ്പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ഇത് അനേകർക്ക് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വം എടുക്കണം. നിലവിളിക്കാ
എഴുന്നേറ്റു നിലവിളിക്കാരകാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാരകാലങ്ങളിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റു നിലവിളിക്കാം. കരഞ്ഞിടുക മനമുരുകി വെള്ളം പോലെ കർത്തൻ സന്നിധേ, വഴി തലയ്ക്കൽ തളർന്നിരിക്കും പൈതങ്ങൾക്കായി നിലവിളിക്കാം. വഴി തലയ്ക്കൽ തളർന്നിരിക്കും പൈതങ്ങൾക്കായി നിലവിളിക്കാം. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യയെങ്കിൽ അല്പസമയം കർത്താവിൻ്റെ പാദപീഠത്തിലൊന്ന് ഇരിപ്പാൻ എൻ്റെ കർത്താവ് സഹായിച്ചു തോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ധ്യാനിച്ച വചനത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കട്ടെ. അടിയനൊന്നിനും കഴിവും അറിവും ഉള്ളവളല്ലപ്പാ, എന്നാൽ ഹാലലിയ വാഞ്ചയോടപ്പൻ്റെ പാദപീഠത്തിലിരുന്നു എൻ്റെ കർത്താവ് എനിക്ക് തന്നത് ഹാലലിയ കർത്താവേ, അടിയൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചിരിക്കുകയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് ഏറ്റവും അനുഗ്രഹമായി മാറണം, വിടുതലായി മാറണം. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നാളുകളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാം ഒരുക്കുമാറാകണം, എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഞങ്ങളെ സൂക്ഷിച്ചാട്ട് കൃപയിൽ മറയ്ക്കണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.